വോട്ടിംഗ് മെഷീനുകൾക്കപ്പുറം വോട്ടെടുപ്പ് ദിവസത്തെ ചില പ്രത്യേക നിയമങ്ങളിലേക്കും വലിയ പാർലമെന്ററി സമവാക്യങ്ങളിലേക്കും നമ്മൾ കടക്കുകയാണ്. കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമമുണ്ടായാൽ അതിനെ തടയുന്ന ചലഞ്ച്ഡ് വോട്ടുകൾ, ടെൻഡേർഡ് വോട്ടുകൾ എന്നിവയുടെ പ്രായോഗിക വശങ്ങൾക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പദവി നൽകുന്നതിന്റെ കടുപ്പമേറിയ മാനദണ്ഡങ്ങൾ ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം. ഭാരതത്തിലെ പൊതു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുതാര്യതയും പങ്കാളിത്തവും ഉറപ്പാക്കാൻ വിവിധ വോട്ടിംഗ് രീതികൾ നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ട്. പോളിംഗ് ബൂത്തിൽ ഒരു വോട്ടറുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് ഏജന്റുമാർക്ക് സംശയം തോന്നിയാൽ ചട്ടപ്രകാരം ചെറിയൊരു തുക കെട്ടിവെച്ച് അതിനെ ചലഞ്ച്ഡ് വോട്ടായി ചോദ്യം ചെയ്യാം. എന്നാൽ ഒരാൾ ബൂത്തിലെത്തുമ്പോൾ തന്റെ വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയതായി കണ്ടാൽ കൃത്യമായി പരിശോധനയ്ക്ക് ശേഷം അയാൾക്ക് ബാലറ്റ് പേപ്പർ വഴി വോട്ട് ചെയ്യാം. ഇതിനെ ടെൻഡേർഡ് വോട്ട് എന്ന് വിളിക്കുന്നു. നേരിട്ട് ബൂത്തിലെത്താനോ തപാൽ വോട്ട് ചെയ്യാനോ കഴിയാത്ത സൈനികർ പോലുള്ള സർവീസ് വോട്ടർമാർക്ക് തങ്ങൾ ചുമതലപ്പെടുത്തുന്ന നാട്ടിലെ പ്രതിനിധി വഴി വോട്ട് ചെയ്യാനുള്ള പ്രോക്സി വോട്ടിംഗ് സംവിധാനം, തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കായി തപാൽ മുഖേനയുള്ള പോസ്റ്റൽ ബാലറ്റ് സംവിധാനം എന്നിവ നിലവിലുണ്ട്. കൂടാതെ മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള ഹോം വോട്ടിംഗ് സൗകര്യവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിലെ കൃത്യതയും എല്ലാത്തരം വോട്ടർമാരുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നു. ഒരു വ്യക്തി കള്ളവോട്ട് ചെയ്യാൻ വന്നതാണ് എന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിക്കെതിരെ നിയമ നടപടികളും ഉണ്ടാകും. ഒരു വോട്ടർക്ക് തന്റെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനം നിയമപരമായ പരിഹാര മാർഗങ്ങൾ നൽകുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തിയിട്ടും വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത്, തിരിച്ചറിയൽ രേഖകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പോളിംഗ് ബൂത്തിലെ ക്രമക്കേടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ആദ്യം പ്രിസൈഡിംഗ് ഓഫീസറിനും റിട്ടേണിംഗ് ഓഫീസറിനും മുമ്പാകെ പരാതി ഉന്നയിക്കാം. തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രശ്നം പരിഹരിക്കാനാകാത്ത പക്ഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഗ്രീവൻസ് റിഡ്രസൽ സംവിധാനത്തിലൂടെ ഔദ്യോഗിക പരാതി സമർപ്പിക്കാം. വോട്ടർ പട്ടികയിലെ പിശകുകൾ, പേരൊഴിവാക്കൽ എന്നിവ സംബന്ധിച്ച് ജനപ്രാതിനിധ്യ നിയമം 1950 പ്രകാരം അപേക്ഷ നൽകി തിരുത്തൽ ആവശ്യപ്പെടാനും അവസരമുണ്ട്. തിരഞ്ഞെടുപ്പ് നടപടികൾ അവസാനിച്ച ശേഷം ഫലത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടെന്ന ആരോപണമുണ്ടെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം 1951 പ്രകാരം ഇലക്ഷൻ പെറ്റീഷൻ സമർപ്പിച്ച് ഹൈക്കോടതിയിൽ തിരഞ്ഞെടുപ്പ് തന്നെ ചോദ്യം ചെയ്യാനുള്ള ഭരണഘടനാപരമായ പരിഹാര മാർഗവും ലഭ്യമാണ്. ഇതിലൂടെ വോട്ടവകാശം, തിരഞ്ഞെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തലത്തിലും ആവശ്യമുള്ള പക്ഷം കോടതി വഴിയും പരിഹരിക്കാൻ സാധിക്കുന്നതാണ് എന്ന് കണ്ടല്ലോ. വോട്ടവകാശ തർക്കങ്ങളിൽ കോടതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകുന്ന ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ സുതാര്യത ഉറപ്പാക്കുന്നു. ഈ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മറ്റൊരു പ്രധാന വശമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിയമപരമായ നിലനിൽപ്പും അവയുടെ വർഗീകരണവും. ഭാരതത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ ദേശീയ പാർട്ടി എന്നും സംസ്ഥാന പാർട്ടി എന്നും വർഗീകരിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ ദേശീയ പാർട്ടി എന്നും സംസ്ഥാന പാർട്ടി എന്നും വർഗീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി ലഭിക്കാൻ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു മാനദണ്ഡം പാലിച്ചിരിക്കണം. ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ കുറഞ്ഞത് 2%, അതായത് 11 സീറ്റുകൾ നേടുകയും ആ സീറ്റുകൾ കുറഞ്ഞത് 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കുകയും വേണം. അല്ലെങ്കിൽ കുറഞ്ഞത് 4 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായി അംഗീകാരം ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ 6% വോട്ട് വിഹിതം നേടുകയും അതോടൊപ്പം കുറഞ്ഞത് 4 ലോക്സഭാ സീറ്റുകൾ നേടുകയും ചെയ്തിരിക്കണം. ഒരു സംസ്ഥാനത്തിൽ പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കുന്നത് ആ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കുറഞ്ഞത് 6% വോട്ടുകളും 2 നിയമസഭാ സീറ്റുകളോ അല്ലെങ്കിൽ 1 ലോക്സഭാ സീറ്റോ നേടുകയോ അല്ലെങ്കിൽ നിയമസഭാ സീറ്റുകളുടെ കുറഞ്ഞത് 3% അല്ലെങ്കിൽ കുറഞ്ഞത് 3 സീറ്റുകൾ ഏതാണോ കൂടുതൽ അത് നേടുകയോ ചെയ്യണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തങ്ങളുടെ ദേശീയ സംസ്ഥാന പാർട്ടി പദവി നിലനിർത്തണമെങ്കിൽ തുടർച്ചയായി 2 തിരഞ്ഞെടുപ്പുകളിൽ മുകളിൽ പറഞ്ഞ ഒരു മാനദണ്ഡമെങ്കിലും പാലിച്ചിരിക്കണം. 2016 മുമ്പ് ഓരോ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷവും ഇലക്ഷൻ കമ്മീഷൻ പാർട്ടികളുടെ പ്രകടനം വിലയിരുത്തുകയും മാനദണ്ഡം പാലിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത വർഷം തന്നെ പദവി റദ്ദാക്കുകയും ചെയ്യുമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 2016 ഇലക്ഷൻ കമ്മീഷൻ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. ഇതനുസരിച്ച് ഓരോ 10 വർഷം കൂടുമ്പോഴാണ്, അതായത് തുടർച്ചയായ 2 ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് പാർട്ടികളുടെ പദവി പുനഃപരിശോധിക്കുന്നത്. ഈ പുതുക്കിയ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2023 ഏപ്രിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രമുഖ പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസ്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അഥവാ NCP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI എന്നിവയുടെ ദേശീയ പാർട്ടി പദവി റദ്ദാക്കിയത്. കാരണം ഇവർ തുടർച്ചയായി 2 തിരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ പ്രകടനം നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഗോവ എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ 2022 ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 13% വോട്ടും 5 സീറ്റും നേടിയ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ
ആം ആദ്മി പാർട്ടിയെ പുതിയ ദേശീയ പാർട്ടിയായി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പുതിയ രേഖകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ആം ആദ്മി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നീ 6 ദേശീയ പാർട്ടികളാണുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഈ വർഗീകരണവും നിലനിൽപ്പും ജനപ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനുള്ള ആദ്യപടി മാത്രമാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്നത് രാജ്യത്തെ സവിശേഷമായ പാർലമെന്ററി ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പാർട്ടികളുടെ പദവികൾക്കപ്പുറം അവ ജനപ്രതിനിധികളെ നിശ്ചയിക്കുന്നതിലും സർക്കാർ രൂപീകരണത്തിലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നിർണായകമാണ്. ഇന്ത്യയിൽ പാർലമെന്ററി ജനാധിപത്യമാണ് നിലവിലുള്ളത്. ലോക്സഭാ അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. അതായത് ജനങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയെയോ പ്രധാനമന്ത്രിയെയോ തിരഞ്ഞെടുക്കുന്നില്ല. ജനങ്ങൾ MLA-മാരെയും MP-മാരെയുമാണ് തിരഞ്ഞെടുക്കുന്നത്. ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ സഖ്യമോ സർക്കാർ ഉണ്ടാക്കുന്നു. ആ അംഗങ്ങളിൽ ഭൂരിപക്ഷ പിന്തുണ നേടുന്ന നേതാവാണ് മുഖ്യമന്ത്രിയാകുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകുന്നത്. ഇത് ബ്രിട്ടീഷ് പാർലമെന്ററി മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ നേരിട്ട് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ലോക്സഭയിൽ ഭൂരിപക്ഷ പിന്തുണയുള്ള വ്യക്തിയെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയായും നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള നേതാവിനെ ഗവർണർ മുഖ്യമന്ത്രിയായും നിയമിക്കുന്നു. ഈ പ്രക്രിയയ്ക്ക് മുന്നോടിയായി പാർലമെന്ററി പാർട്ടി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗം ചേർന്ന് തങ്ങളുടെ സഭാ നേതാവിനെ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കുന്നു. ഈ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷമുള്ള നേതാവിനെ ഗവർണറോ രാഷ്ട്രപതിയോ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നിയമിക്കുക എന്ന ഭരണത്തലവന്മാരുടെ ഈ അധികാരം ഭരണഘടനാപരമായ ഔപചാരികത മാത്രമാണ്. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളെയും മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളെയും നിയമിക്കുന്നു. കേന്ദ്രമന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോടും സംസ്ഥാന മന്ത്രിസഭയ്ക്ക് നിയമസഭയോടും കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അഥവാ കൂട്ടുത്തരവാദിത്തമുണ്ട്. അതായത് ഭൂരിപക്ഷ പിന്തുണ നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭ അധികാരത്തിൽ തുടരാനാകില്ല. ഇനി എത്ര മന്ത്രിമാർ വരെ ആകാം എന്ന് നോക്കാം. പാർലമെന്റിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആകെ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. സംസ്ഥാന നിയമസഭകളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ എണ്ണം നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ലാത്തതും എന്നാൽ 12 പേരിൽ കുറയാൻ പാടില്ലാത്തതുമാണ്. സർക്കാർ രൂപീകരണത്തിന് ശേഷം അടുത്ത പ്രധാന ചോദ്യം ഈ സഭകളുടെ കാലാവധി എത്ര എന്നാണ്. ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 5 വർഷമാണ്. ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും 5 വർഷ കാലാവധി കണക്കാക്കുന്നത് തിരഞ്ഞെടുപ്പ് തീയതി മുതലോ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം മുതലോ സത്യപ്രതിജ്ഞാ ദിനം മുതലോ അല്ല. സഭകളുടെ കാലാവധി കണക്കാക്കുന്നത് ആദ്യത്തെ സഭാ സമ്മേളനത്തിനായി നിശ്ചയിച്ച തീയതി മുതൽ 5 വർഷത്തേക്കാണ്. എന്നാൽ ജനപ്രാതിനിധ്യ നിയമം 1951 സെക്ഷൻ 73 പ്രകാരം ഫലം വന്നയുടൻ ഇലക്ഷൻ കമ്മീഷൻ വിജയികളുടെ ലിസ്റ്റ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ സഭ നിയമപരമായി നിലവിൽ വരുന്നു. സഭ ഡ്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയതായി കണക്കാക്കപ്പെടും. ഇതിൽ നിന്നും സഭ നിലവിൽ വരുന്നതും സഭയുടെ കാലാവധി തുടങ്ങുന്നതും രണ്ടാണ് എന്ന് മനസ്സിലായല്ലോ. ലോക്സഭയോ ഒരു സംസ്ഥാന നിയമസഭയോ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ കാലാവധി തീരുന്നതിന് മുമ്പ് പിരിച്ചുവിടപ്പെടാം. ഒരു അവിശ്വാസ പ്രമേയം വരികയും ഭരണകക്ഷി അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന പക്ഷം പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വരുന്നു. ഈ അവസരത്തിൽ മന്ത്രിസഭ വീഴുന്നു, പക്ഷേ സഭ തുടരുന്നു. മറ്റൊരു പാർട്ടിക്കോ സഖ്യത്തിനോ സ്ഥിരതയുള്ള ഭൂരിപക്ഷ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ലെന്ന് രാഷ്ട്രപതിക്കോ ഗവർണർക്കോ ഉറപ്പുള്ള പക്ഷം, അതിനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന പക്ഷം സഭ പിരിച്ചുവിടപ്പെടുകയും പുതിയ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭൂരിപക്ഷം തെളിയിക്കേണ്ട ശരിയായ വേദി ലോക്ഭവനോ രാഷ്ട്രപതി ഭവനോ അല്ല, നിയമസഭയുടെയോ ലോക്സഭയുടെയോ ഫ്ലോറാണ് എന്ന് സുപ്രീം കോടതി പല കേസുകളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. SR ബൊമ്മൈ കേസ് അടക്കമുള്ള നിരവധി വിധികളിൽ കോടതി ഈ തത്വം ശക്തമായി ആവർത്തിച്ചിട്ടുണ്ട്. ഫ്ലോർ ടെസ്റ്റിലൂടെ മാത്രമേ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കൂ എന്ന ഈ കോടതി വിധി നിലനിൽക്കുമ്പോൾ തന്നെ സഭയ്ക്കുള്ളിലെ ഭൂരിപക്ഷത്തിന്റെ സാങ്കേതികമായ നിയമവശം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കണം. ഫ്ലോർ ടെസ്റ്റിൽ ഭൂരിപക്ഷം കണക്കാക്കുന്നത് സഭയുടെ ആകെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ല, വോട്ടെടുപ്പിൽ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആയ അംഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെയോ സഭയിൽ ഹാജരാക്കാത്തവരെയോ സാധാരണയായി ഭൂരിപക്ഷ കണക്കിൽ ഉൾപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ ആബ്സെൻസ്, വോക്കൌട്ട് തുടങ്ങിയ രാഷ്ട്രീയ നീക്കങ്ങൾ സഭയുടെ ആകെ ഭൂരിപക്ഷ സംഖ്യ, അതായത് ആ മാജിക് നമ്പർ കുറയ്ക്കുകയും അങ്ങനെ സർക്കാരുകളുടെ നിലനിൽപ്പിൽ നിർണായക സ്വാധീനം ചെലുത്താറുമുണ്ട്.
ഫ്ലോർ ടെസ്റ്റിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 1998 പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വന്ന 12ാം ലോക്സഭ. ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് വ്യക്തമായി ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ അതൊരു ഹങ് ലോക്സഭയായിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നെങ്കിലും സ്വതന്ത്ര ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മറ്റ് കക്ഷികളുടെ പിന്തുണയോടെയാണ് സർക്കാർ രൂപീകരിച്ചത്. അതിനാൽ സർക്കാർ രൂപീകരണത്തിന് ശേഷം പാർലമെന്റിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നു. 1998 ഏപ്രിലിൽ നടന്ന ആദ്യ വിശ്വാസ വോട്ടെടുപ്പിൽ വിവിധ സഖ്യകക്ഷികളുടെയും പുറത്തുനിന്നുള്ള പിന്തുണയോടെയും വാജ്പേയി സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ച് വിജയിച്ചു. ഇതിൽ പ്രധാനമായും AIADMK പുറത്തുനിന്നും നൽകിയ പിന്തുണ നിർണായകമായിരുന്നു. എന്നാൽ 1999 AIADMK പിന്തുണ പിൻവലിച്ചതോടെ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും തുടർന്ന് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വാജ്പേയി സർക്കാർ വെറും ഒരു വോട്ടിന്റെ വ്യത്യാസത്തിൽ 270-നെതിരെ 269 വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി രാജിവെച്ചു. മറ്റാർക്കും സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് രാഷ്ട്രപതി 12ാം ലോക്സഭ പിരിച്ചുവിടുകയും പൊതു തിരഞ്ഞെടുപ്പ് നടത്തി 13ാം ലോക്സഭ രൂപീകരിക്കുകയും ചെയ്തു. 13ാം ലോക്സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസേതരമായ ഒരു സർക്കാർ ആദ്യമായി പൂർണ്ണമായ 5 വർഷ കാലാവധി പൂർത്തിയാക്കി എന്നതാണ്. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച NDA സർക്കാർ ഇതിനു മുൻപുള്ള കോൺഗ്രസേതര സർക്കാരുകളെ ബാധിച്ചിരുന്ന രാഷ്ട്രീയ അസ്ഥിരതയെ തകർത്തുകൊണ്ട് സ്ഥിരതയാർന്ന ഭരണത്തിന് മാതൃകയായി. എന്നാൽ എല്ലാ കോയിലേഷൻ സർക്കാരുകളും ഇതുപോലെ സ്ഥിരതയുള്ളതായിരുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സർക്കാരുകൾ എങ്ങനെ തകർന്നു വീണു, ഒരു പ്രധാനമന്ത്രി പാർലമെന്റിൽ വിശ്വാസ വോട്ട് നേരിടാതെ രാജിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ടോ, ഒരു മന്ത്രിസഭ വീണാൽ സഭയും അവസാനിക്കുമോ, ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് 6ാം ലോക്സഭയും 1989 ശേഷമുള്ള കോയിലേഷൻ കാലഘട്ടവും. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ദേശീയ അടിയന്തരാവസ്ഥ അവസാനിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട 6ാം ലോക്സഭയും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പൗരസ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുകയും പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം 1977 നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർക്കാരിനെ കേന്ദ്ര ഭരണത്തിൽ നിന്ന് പുറത്താക്കി. ഇതോടെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ കോൺഗ്രസേതര കേന്ദ്ര സർക്കാരായ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിലെത്തുന്നത്. വിഭിന്നമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുള്ള പാർട്ടികളുടെ ലയനമാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. പാർലമെന്റിൽ ജനതാ പാർട്ടിക്ക് സ്വന്തമായി ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. എന്നാൽ സാങ്കേതികമായി ഒരൊറ്റ പാർട്ടിയായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അത് വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളുടെ കൂട്ടായ്മയായിരുന്നു. ഇവരെ ഒന്നിപ്പിച്ച പ്രധാന ഘടകം ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥാ ഭരണത്തോടുള്ള പ്രതിഷേധമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മൊറാർജി ദേശായി ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസേതര പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത്. എന്നാൽ വ്യത്യസ്ത ആശയങ്ങൾ പേർന്ന ജനതാ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ വളരെ താമസിയാതെ ശക്തമായി. ഇതിനിടെ ഇന്ദിരാഗാന്ധി അതീവ തന്ത്രപരമായി ഈ ആഭ്യന്തര വിയോജിപ്പുകളെ പ്രയോജനപ്പെടുത്തി. ചരൺ സിംഗിന് പ്രധാനമന്ത്രിയാകാനുള്ള ആഗ്രഹമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ഇന്ദിര അദ്ദേഹം മൊറാർജി ദേശായിക്കെതിരെ നീങ്ങിയാൽ പുറത്തുനിന്ന് പിന്തുണ നൽകാമെന്ന് ഉറപ്പു നൽകി. ഇതോടെ ജനതാ പാർട്ടിയിൽ വലിയ പിളർപ്പുണ്ടായി. നിരവധി MPമാർ പാർട്ടി വിട്ടതോടെ മൊറാർജി ദേശായി സർക്കാരിന്റെ ഭൂരിപക്ഷം തകർന്നു. തുടർന്ന് 1979 ജൂലൈയിൽ മൊറാർജി ദേശായി സർക്കാരിനെതിരെ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന YB ചവാനായിരുന്നു. പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഭരണകക്ഷിയിലെ പിളർപ്പ് രൂക്ഷമായത്. ഇന്ദിരാ കോൺഗ്രസും ചരൺ സിംഗ് പക്ഷവും ഒരുമിച്ച് വോട്ട് ചെയ്താൽ പരാജയം ഉറപ്പാണെന്ന് മനസ്സിലാക്കിയ മൊറാർജി ദേശായി വോട്ടെടുപ്പിന് മുൻപ് തന്നെ 1979 ജൂലൈ 15 രാജിവെച്ചു. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ ഒരു സർക്കാരിന്റെ പതനത്തിന് കാരണമായ ആദ്യത്തെ അവിശ്വാസ പ്രമേയമായിരുന്നു അത്. എന്നാൽ അവിടെ അതീവ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ വസ്തുതയുണ്ട്. മന്ത്രിസഭ വീണെങ്കിലും ലോക്സഭ വീണില്ല. കാരണം മന്ത്രിസഭയും ലോക്സഭയും ഭരണഘടനയിൽ രണ്ടുതരം ഘടകങ്ങളാണ്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭ വീഴും, പക്ഷേ സഭ തുടരാം. മറ്റാർക്കെങ്കിലും ഭൂരിപക്ഷം തെളിയിച്ച് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്ന് രാഷ്ട്രപതി ആദ്യം പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഫോൾസ്, ഹൗസ് സർവൈവ്സ് എന്നത് ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിലെ ഒരു അടിസ്ഥാന തത്വമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഒരു കേന്ദ്ര സർക്കാർ വീഴുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ബദൽ സംവിധാനങ്ങൾ കണ്ടെത്താൻ രാഷ്ട്രപതിയും ഗവർണറും നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും വിവാദങ്ങളിൽ കലാശിക്കാറുണ്ട്. സഭയിൽ വിശ്വാസ വോട്ട് നേരിടാതെ തന്നെ രാജിവെച്ച ചരൺ സിംഗിന്റെ ചരിത്രം മുതൽ
കേന്ദ്രം സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ ആർട്ടിക്കിൾ 356 ദുരുപയോഗം ചെയ്ത കറുത്ത അധ്യായങ്ങൾ വരെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.